ഇന്നായിരുന്നു ആ വീടിൻ്റെ പാലുകാച്ചൽ. ആഘോഷങ്ങൾ തീരാൻ നിൽക്കാതെ നിർബന്ധത്തിനു വഴങ്ങി ഒരു പിടി ചോറുണ്ട് അയാൾ ഇറങ്ങി. ഒരു വീടുപണിക്കാരനെ സംബന്ധിച്ച് പ്രായപൂർത്തിയായൊരു വീടിനെ ഉടമയ്ക്ക് കൈപിടിച്ചേൽപ്പിക്കുന്ന ചടങ്ങാണ് പാലുകാച്ചൽ. സ്വന്തം മകളുടെ കല്യാണം പോലെ. മകളുടെ പ്രണയത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞു കേട്ടതും ഈ വീടിൻ്റെ തറക്കല്ലിട്ടതും ഒരേ ദിവസം തന്നെ. അന്നു മുതലാണ് അയാളുടെ ജോലിയും വ്യക്തിജീവിതവും ഒരു മിക്സി ജാറിൽ എന്ന പോലെ കറങ്ങാൻ തുടങ്ങിയത്. 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴത് ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കുന്നു, വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ. വീടും അയാളും തമ്മിൽ കിലോമീറ്ററുകളുടെ അകലം കൂടിക്കൊണ്ടിരുന്നു. പാതി വഴിയിൽ ചാടിയിറങ്ങി അവിടേക്ക് തന്നെ ഓടിപ്പോയാലോ എന്നയാൾ ചിന്തിച്ചു. ഓരോ സ്റ്റോപ്പും എത്ര പെട്ടെന്നാണ് കടന്നുപോകുന്നത്. അയാൾ ഓർമ്മകളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. വീടിൻ്റെ ചുമർ പടുത്തു തുടങ്ങിയ കാലം, വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ 1200 ചെങ്കല്ലുകൾ, അതിൽ ഏറ്റവും ചേർച്ചയുള്ള 2 കല്ലുകൾ തമ്മിൽ കടുത്ത പ്രണയം. കല്ലുകൾക്കിടയിലെ നിശബ്ദ പ്രണയം അയാൾ തിരിച്ചറിഞ്ഞു. ആദ്യമൊന്നും അറിഞ്ഞ ഭാവം നടിച്ചില്ല. പിന്നെയും കണ്ടു അവളെ അവൻ്റെ കൂടെ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് തനിക്ക് ജീവൻ നൽകി മരിച്ച അമ്മയുടെ ചിത്രത്തിനു മുന്നിൽ നിന്നവൾ സത്യം ചെയ്തത് അയാൾ ഓർത്തു. പ്രസവിക്കാതെ തന്നെ അമ്മയായൊരു അച്ഛനു മുന്നിൽ സ്വന്തം മകൾ വാക്കു തെറ്റിച്ചത് അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മകളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കുമെന്ന് വീമ്പു പറയുന്ന ഒരച്ഛൻ ഉള്ളിലുണ്ടായിരുന്നിട്ടും അയാൾ ഉറച്ചു നിന്നു. നിന്റെ ആഗ്രഹം നടക്കില്ല, ഞാൻ ചത്താലും നടക്കില്ല. നീ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കല്ലട്ടികൾക്കിടയിൽ തവളകളെ കണ്ടാൽ അതിൽ പാമ്പുണ്ടാകും എന്ന മുന്നറിയിപ്പാണ്. പിന്നീടുള്ള ഓരോ കല്ലെടുപ്പും അവന് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഒടുവിൽ അവൻ പത്തി വിടർത്തും. ആ കമിതാക്കളുടെ പ്രണയത്തിന് കാവലായിരുന്നു അവൻ. അയാളുടെ ഉറക്കം കെടുത്തിയ അവൻ വരുന്ന വഴിക്കയാൾ കാത്തുനിന്നു. നീറുന്ന മനസ്സിനേക്കാൾ മൂർച്ചയുള്ള ഒരായുധവും അയാൾക്ക് വേണ്ടി വന്നില്ല. മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അച്ഛൻ മകൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അയാളുടെ കഴുത്തു ഞെരിച്ചു. ഒപ്പം സ്വന്തം കുറ്റബോധത്തെയും. കഴിഞ്ഞ കുറേ ദിവസമായി കാണുന്ന ആ ദുസ്വപ്നത്തെ അയാൾ മറിച്ചിട്ടു. കഴുകൻ കാലുകൾ വിടർത്തി മകളെ റാഞ്ചിക്കൊണ്ടുപോകുന്ന ആ സ്വപ്നത്തെ അയാൾ കീഴ്പ്പെടുത്തി. ഇനി അവളെ സ്വപ്നത്തിൽ പോലും കണ്ടുപോകരുതെന്ന് താക്കീത് ചെയ്തു വിട്ടു. പെട്ടെന്നു പെയ്ത മഴയിൽ കരയുന്ന ചെരുപ്പുമായി ആ ചെറുപ്പക്കാരൻ എവിടെയോ ഓടിമറഞ്ഞു. ഓട്ടത്തിനിടയിൽ തെറിച്ചുപോയ ആ ചെരുപ്പിലേക്ക് അയാൾ ഏറെ നേരം നോക്കി നിന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അന്നു രാത്രിയും അയാൾ ആ സ്വപ്നം കണ്ടു, കുറച്ചുകൂടി വ്യക്തമായി. അവൾക്കു നേരെ കഴുകൻ കാലുകൾ വിടർത്തിയ ആ പക്ഷി പറന്നു വരുന്നു. കരഞ്ഞുകൊണ്ട് മകൾ. ഒടുവിൽ ആ കാലുകൾ റാഞ്ചിപ്പറന്നു. കണ്ടത് സ്വപ്നമാവണേ എന്ന പ്രാർത്ഥനയോടെ അയാൾ ഞെട്ടി ഉണർന്നു. അതെ, സ്വപ്നം തന്നെ. പൊന്നുമോൾ അടുത്തു തന്നെയുണ്ട്. അധികം വൈകിയില്ല. മകൾക്കു വേണ്ടി അയാളൊരു പയ്യനെ കണ്ടെത്തി. അവർ തമ്മിൽ പൊരുത്തങ്ങൾ കുറവായിരുന്നു. എന്നാലും സാരമില്ല, കല്യാണം നടക്കട്ടെ. കല്യാണം അടുത്ത വർഷം ജനുവരി 8-ന് തീരുമാനിച്ചു. ഒടുവിൽ അയാൾ അവരെ പിരിച്ചു. വാവിട്ടു കരയുന്ന കല്ലിനെ വകവയ്ക്കാതെ അയാൾ ചേർച്ചയില്ലാത്ത മറ്റൊരു കല്ലിനൊപ്പം അവളെ ചേർത്ത് സിമന്റിട്ടുറപ്പിച്ചു. സിമന്റും ജാതകവും ഒരുപോലെയാണെന്ന് അയാൾക്ക് തോന്നി. കിടപ്പുമുറിയുടെ ചുമരുകളിൽ 2 ദിക്കുകളിലുമായി അവരെ സ്ഥാപിച്ചു. ഒരു പഴഞ്ചൻ സ്നേഹത്തെയും ഏറ്റവും പുതിയൊരു പ്രണയത്തെയും അവൾ മനസ്സിലിട്ട് തൂക്കി നോക്കി. അവൾ ചാടിച്ചത്ത കായലിനേക്കാൾ ആഴമുണ്ടായിരുന്നു അതിന്. നീന്തിപ്പടിച്ച കായലിൻ്റെ ഓളതാളങ്ങളിൽ അവൾ ഏറെ നേരം ഒഴുകി നടന്നു. ഒരിക്കലും ജീവനോടെ കാണാത്ത അമ്മയോടൊപ്പമാവും അവളിപ്പോൾ. പ്രണയം കണ്ടുപിടിച്ചവരും പാടി നടന്നവരും എല്ലാം ചേർന്ന് അവളെ ഒരു വെളുത്ത തുണിയിൽ പൊതിഞ്ഞു കിടത്തി. ചിലർ അടക്കം പറഞ്ഞു അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതിയായിരുന്നു അയാൾക്ക്. അവളെ ആദ്യമായി തൻ്റെ കയ്യിലേക്ക് തന്നതും ഇതുപോലൊരു തുണിയിൽ പൊതിഞ്ഞായിരുന്നു എന്നയാൾ ഓർത്തു. അവളെ അവസാനമായി ഒരു നോക്കു കാണാൻ അവനും വന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തുന്നിക്കെട്ടിയ കാമുകിയെ കണ്ട് അവൻ്റെ ദുഃഖം അസഭ്യമായി പുറത്തേക്ക് വന്നു. അതിൽ ഒരു വാക്ക് മനസ്സിൽ തറച്ചു, കൊണ്ടുപോയി തിന്ന്. ചിതയേക്കാൾ വേഗത്തിൽ അയാൾ കത്തിത്തുടങ്ങി. ഇന്നും ഉണങ്ങാത്ത ആ കനലിലേക്ക് മകളുടെ ഓർമ്മകൾ എണ്ണയൊഴിച്ചുകൊണ്ടിരുന്നു. ഇന്നാണ് ജനുവരി 8. താക്കോൽ കൈമാറിക്കഴിഞ്ഞാൽ പണിക്കാർക്ക് പിന്നീട് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. താൻ പിരിച്ച കല്ലുകൾ കരയുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. അവരെക്കുറിച്ച് ഓർത്തപ്പോൾ തൊണ്ടയിൽ നിന്ന് ചോറ് ഇറങ്ങിയില്ല. ബസ്സിലിരുന്ന് ദഹിക്കാത്ത ആ ചോറ് അയാൾ ഛർദ്ദിച്ചു കളഞ്ഞു. ഇന്നലെകളിൽ നിന്ന് അയാൾ വണ്ടി ഇറങ്ങി. കൊട്ടുവക്കര. അയാളിപ്പോൾ താമസിക്കുന്നത് ഒരു വാടക മുറിയിലാണ്. മനസ്സിലെ ദുഃഖത്തിൻ്റെ പ്രതിരൂപങ്ങളായി പിന്നീടുള്ള അയാളുടെ ഓരോ കാഴ്ചകളും.
അയാളതിനെ മറികടക്കാൻ ശ്രമിച്ചു. 1000 കാക്കകൾ അവിടെ നിന്ന് വാവിട്ടു കരഞ്ഞു. ഒടുവിൽ അയാൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. തിരിച്ചുപോയി അവരെ ഒരുമിപ്പിക്കുക തന്നെ. ആ രാത്രിയിൽ അയാൾ തിരിച്ച് വണ്ടി കയറി. തിരക്കും ബഹളങ്ങളും ഒഴിഞ്ഞു. പന്തലുകൾ പൂർണ്ണമായും അഴിക്കപ്പെട്ടിട്ടില്ല. ഇന്നു രാത്രി തന്നെ ആ കല്ലുകളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. 2 ചുമരുകളിലെ മനസ്സുകൾക്കിടയിൽ വീട്ടുകാർ ആ വീട്ടിലെ ആദ്യ രാത്രി ആഘോഷിക്കുകയായിരുന്നു. ചുമരുകൾക്കുള്ളിൽ കിടന്ന് ഒന്ന് തൊടാൻ പോലും ആവാതെ ആ കല്ലുകൾ വെന്തുരുകുന്നത് അയാൾ മനസ്സിലാക്കി. വിളിച്ചുണർത്തി ചുമരുകൾക്കുള്ളിലെ മനസ്സുകളെപ്പറ്റി വീട്ടുകാരോട് പറയാനുറപ്പിച്ച് കോളിംഗ് ബെൽ അടിക്കാൻ നേരത്ത് അതാ മറ്റു ചിലർ. ഇണപിരിഞ്ഞു കിടക്കുന്ന കുറേ ചെരുപ്പുകൾ. എല്ലാത്തിനെയും ജോഡി ചേർത്ത് വെച്ച് അയാൾ ആശ്വാസത്തിൻ്റെ ഒരു ദീർഘശ്വാസം എടുത്തു. പൊടുന്നനെ ചുമരിനരികിലേക്ക് നടന്നു. അവിടെ അയാൾ ഒരു ഹൃദയം കണ്ടു. കരഞ്ഞു തളർന്ന ഒരു ഹൃദയം. അയാൾ ചുമരിനോട് ചെവി ചേർത്തു വെച്ചു. ഇതുപോലൊരനക്കം 19 വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയുടെ വയറ്റിൽ ചെവി ചേർത്തപ്പോൾ അനുഭവപ്പെട്ടതാണ്. മനസ്സിൽ ഇരുട്ട്, പേമാരി. മിന്നൽ വെളിച്ചത്തിൽ ആ കല്ലുകളെയല്ലാതെ മറ്റൊന്നിനെയും അയാൾ കണ്ടില്ല. തെറ്റുതിരുത്താൻ തുടങ്ങി. പാലുകാച്ചൽ കഴിഞ്ഞ വീടാണ്. വല്ല കള്ളന്മാരും ചുമര് തുറക്കുന്നതായിരിക്കും. വീട്ടുകാർ ഭയന്നു വിറച്ചു. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വീട്ടുകാരൻ പരിചിതമായ ആ മുഖം കണ്ടു. ലക്ഷങ്ങൾ ലോൺ എടുത്തുണ്ടാക്കിയ വീടിൻ്റെ ചുമരാണ് അതയാൾക്ക്. ചുമരിലെ മനസ്സിനെ അയാൾ കണ്ടില്ല. കള്ളൻ വീടു പണിക്കാരനായി വന്ന് മോഷണമായിരുന്നു മനസ്സിൽ. ബഹളം കേട്ട് അയൽപ്പക്കക്കാരും ഉണർന്നു. പോലീസ് വിലങ്ങണിയിക്കുമ്പോഴും അയാൾ കരയുന്നത് അവർക്കു വേണ്ടിയായിരുന്നു. കല്ലുകളെ ഒരുമിപ്പിക്കണം. ഒരുപാട് കല്ലുകളെ പിരിച്ച് പടുത്തുയർത്തിയ ആ ചുമരിൽ വീട്ടുകാരുടെ ഒരു ഫാമിലി ഫോട്ടോ ആണിയടിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് അയാൾ കണ്ടു. പോലീസ് ജീപ്പിലിരുന്ന് അയാൾ തല താഴ്ത്തി കരഞ്ഞു. അച്ഛനും മകളും കളിയിൽ തോറ്റ ഒരാളെ കൂവി തോൽപ്പിക്കുന്ന പോലെ ഒരു നായ ഓരിയിട്ടു. വിലങ്ങുകളിലേക്ക് നോക്കി നിന്ന അയാളുടെ മനസ്സിൽ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയിൽ നനഞ്ഞു കിടന്ന ആ ഒറ്റ ചെരുപ്പിനെ അയാൾ കണ്ടു. അന്ന് തെറിച്ചുപോയ ആ ഒറ്റ ചെരുപ്പിനെ.